മൗലി ഭയങ്കര കമ്പോസിങ്. ഒന്നുമില്ലടാ, ഒരു തെലുങ്ക് പടത്തിന് കുറെ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകൾ വേണം. നല്ല സബ്ജക്റ്റാ. ഏറ്റവും മറ്റൊരു ശങ്കരാഭരണം. അല്ല, എന്തായി നിന്റെ കമ്പോസിങ്? നടക്കുന്നു. നിന്നെയൊക്കെ സമ്മതിച്ചിരിക്കുന്ന ഗുണ. വാട്ട് എ ഗ്രേറ്റ് ജോബ് യു ആർ ഡൂയിങ്. പാട്ടുകൾ വെറുതെ ഉണ്ടാക്കിയത് കൊണ്ടായില്ല, അത് കേൾക്കുന്നവർക്ക് ഇഷ്ടാവണം, ഹിറ്റ് ആവണം. ഓ, നിന്നെയൊക്കെ ജീനിയസ് എന്ന് തന്നെ വിളിക്കണോടാ. നമ്മുടെ ജോലി ഇതല്ലടാ, ഇതല്ലാതെ നമുക്ക് എന്തറിയാം. അപ്പൊ പിന്നെ കുറച്ച് കമ്മിറ്റഡ് ആയി ഇൻവോൾവ്ഡ് ആയിട്ട് ജോലി ചെയ്യുക. റിസൾട്ട് ഒക്കെ ദൈവം തരും. നീ ദൈവാനുഗ്രഹമുള്ളവനാണ് കൂടാ. സരസ്വതി ദേവിയുടെ അനുഗ്രഹം നെറുകയിൽ കിട്ടിയവൻ. നീ എന്ത് വാങ്ങിക്കുന്നുണ്ട് ഒരു പാട്ടിന്? ഐ മീൻ റെമ്യൂണറേഷൻ. ഇറ്റ് ഡിപ്പെൻസ് മച്ചി. തെലുങ്കിലെ റേറ്റ് അല്ല തമിഴില്, അതല്ല മലയാളത്തിൽ. പിന്നെ ബന്ധം, പരിചയം, ഇതൊക്കെ വെച്ച് നമ്മൾ റേറ്റ് കുറയ്ക്കും. ചിലപ്പോൾ ചിലർ മുഴുവനായിട്ട് അങ്ങ് കുറയ്ക്കും, പിന്നെ കാണാൻ പറഞ്ഞു പോവും. എന്താ? ഇല്ല, ഒരു പാർട്ടി ഇങ്ങനെ ചോദിക്കാൻ പറഞ്ഞു, പേയ്മെന്റ് ക്യാഷ് ഡൗൺ. നീ ഒരു 9 പാട്ടുകളെ ട്യൂൺ ചെയ്ത് കൊടുക്കുന്നു, മനസ്സിലായ? ഫുൾ എമൗണ്ട് അവർ പേ ചെയ്യുന്നു. ഇനി അഡ്വാൻസ് ആയിട്ട് മുഴുവൻ തുക വേണോ? പാർട്ടി അതിന് റെഡിയാ. ഒരു സോങ്ങിന് 3 lakhs വെച്ച് കൂട്ടുമ്പോ 9 into 3 27 lakhs. 27 lakhs കിട്ടും. വേണ്ട, വേണ്ടടാ, റൗണ്ട് ആക്ക്. 30 പിടി ഗുരു. 30 കിട്ടും. ട്യൂൺ റെഡിയാക്കി തന്നാ മതിയോ, അതോ പാട്ടുകാരിയെ ട്യൂൺ പഠിപ്പിക്കാൻ ഞാൻ വരേണ്ടി വരും? അത് വേണ്ട, അത് വേണ്ട. നീ ട്യൂൺ ഒരു കാസറ്റിലാക്കി തന്നാ മതി. നീ പാട്ടുകാരി എന്ന് പറഞ്ഞു. ദയാ ശ്രീനിവാസൻ, അവളല്ലേ പാടുന്നത്? ഗുരു, ഗുരു നിന്നെ സമ്മതിച്ചിരിക്കുന്നടാ. ഐ ആം സോറിടാ. ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞാൽ നീ എന്നെ സഹായിക്കും. ഇതാണ് എന്റെ കുഴപ്പം. ഞാൻ ചുമ്മാ. അപ്പൊ എപ്പ ട്യൂൺ തരും? കിണ്ടി തരും ഞാൻ, കിണ്ടി. 30 ലക്ഷമല്ല, 30 കോടി തരാന്ന് പറഞ്ഞാലും ആ പെണ്ണിനെ വളക്കാൻ നിനക്ക് ഞാൻ ട്യൂൺ തരുമെന്ന് കരുതിയോ? പോടാ അവിടെ നിന്ന്, പോയില്ല പണി നോക്ക്. നീ സീരിയസ് ആയിട്ട് പറഞ്ഞ? ഏയ്, ഇറങ്ങി പോടാണെന്ന്. മണ്ട ഗുണേശൻ. എടാ, നീ എന്ത് വിചാരിച്ചടാ? നിന്റെ കോളത്തിലെ ട്യൂൺസ് കാശ് കൊടുത്ത് വാങ്ങാൻ വന്നിരിക്കുന്നോ? ഇടാ പുല്ലേ, നീ ഉണ്ടാക്കിയാലും അത് തന്നെയല്ലോ ഉണ്ടാക്കണേ. അതിലാരാടാ വീഴാൻ പോകുന്നത്? എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല. റിയൽ ജെനുവിൻ മ്യൂസിക്, അതാണ് മൗലി കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നീ ഒരു ദിവസം കേൾക്കുമല്ലോ, അപ്പൊ വീടറിയും. എടാ, വയറ്റിപ്പഴപ്പിന് വേണ്ടി പാവപ്പെട്ട കുട്ടികൾ തെരുവില് വയറ്റിലടിച്ച് പാട്ട് പാടുന്നവർ നാടാണ് ഇന്ത്യ. അതേ ഇന്ത്യയിൽ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് പണ്ട് ആമ്പിള്ളാരുണ്ടാക്കിയ ട്യൂണുകൾ ഷേപ്പ് മാറ്റി കളറടിച്ച് വിൽക്കുന്ന നിന്നെ പോലുള്ള ഫ്രോഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടി നാടാണ് ഇന്ത്യ. ഇടാ, നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇടാ, തെലുങ്കിനെ പറ്റിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും മ്യൂസിക് ഉണ്ടാക്കി കൊടുക്ക്. ശങ്കരാഭരണം തന്നെ അടിച്ചു മാറ്റണം. ശങ്കര നാദ ശരീരാപര, അത് മാറ്റിട്ട് ശേഖര. എടാ ഗുണശേഖര, ഞാൻ പോണു. വന്ന വഴി മറക്കരുത് കേട്ടാ. തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. സ്തംഭിച്ചോ. ഭദ്രമാ കൊണ്ടുപോയി. ഹെൻറീസ്, എങ്ങോട്ടാണ് കിട്ടിയെടുക്കുന്നത്? കിട്ടിയെടുക്കല്ല, കിട്ടി ഇറക്കല്ലേ. എന്തായി നിന്റെ കമ്പോസിംഗ്? ഹൗസ് ഇറ്റ് ഗോയിങ്? ഗോയിങ് ഗുഡ്. എടാ, നീ ജീവിതകാലം മുഴുവൻ കീബോർഡ് വായിച്ച് തീർക്കാൻ തീരുമാനിച്ചു. നിനക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവണ്ടടാ. സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു ബെസ്റ്റ് ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ വേണേ റെക്കമെൻഡ് ചെയ്യാം. പ്രൊഡ്യൂസറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. വേണ്ടളിയാ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയില്ലെങ്കിലേ കൊക്കിന്റെ കവ കീറും. കീബോർഡ് വായിച്ച് കിട്ടുന്ന ചില്ലറയും കൊണ്ട് ഹാപ്പി ആയിട്ടങ്ങ് ജീവിച്ചു പോയാ മതി മോനെ. നീ എന്താ ഇവിടെ വിച്ചനെ കാണാനാ? അവനെ ഒന്ന് കാണാം. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. എടാ വിച്ച, ഇത് നിനക്ക് ഗുണത്തിനാ. നീ ഇങ്ങനെ എന്നിങ്ങനെ സ്റ്റുപ്പിഡ് ഫൈറ്റ് ഫിലിംസിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറും വായിച്ചടന്നാ മതിയോ? നിനക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ അഡ്രസ് വേണ്ടടാ. 4-5 പടങ്ങളിൽ നീ പാട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ഒന്നും നന്നായില്ലല്ലോ. റീ റെക്കോർഡിങ്ങിന് നീ ബെസ്റ്റാ, സമ്മതിച്ചു. അപ്പൊ എന്നെ പോഷിപ്പിക്കാനുള്ള പ്രോഗ്രാം ആണല്ലേ? അതെ, പിന്നെ കൊള്ളാവുന്ന കാശും കിട്ടും. വേണ്ടല്ലേ, നിന്നെ പോലൊരു കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ട്യൂണുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്താം. അതിൽ നിനക്ക് കൊള്ളാവും തോന്നുന്നത് നീ ആ കൊച്ചിനെ കേൾപ്പിക്കും. നീ ചെയ്യുന്നതാന്ന് പറഞ്ഞ എനിക്കതിന് പണമൊന്നും വേണ്ട. നമുക്ക് എന്താ അളിയാ, നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു അത്യാവശ്യം വരുമ്പോ നമ്മൾ അതിന്റെ കൂടെ നിൽക്കേണ്ട അളിയാ. മോനെ വിച്ച, നീയാണ് സുഹൃത്ത്. നീ മാത്രമാണ് സുഹൃത്ത്. നിനക്ക് എന്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞു. ഗ്രേറ്റ് വിച്ച,
താങ്ക്സ് അലോട്ട്. അപ്പൊ എപ്പോ പണി തുടങ്ങും? ഇന്ന് തുടങ്ങാം. ഓ മാൻ 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 യു ആർ റിയലി സൂപ്പർ. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം. എന്ത് വേണം? നിന്റെ ആവശ്യം കഴിഞ്ഞ് എന്ന് വെച്ചാ നീ മടുത്തിട്ട് വിടുവല്ലോ, അപ്പൊ മാത്രം ഈ വിശ്വാസം തന്നേക്കണം. എന്തോന്ന്? കൊച്ചിനെ ആരെ? ദയേ. വൃത്തിയോട് പറയുന്നതാ. അയ്യേ, ഇപ്പോഴെങ്ങുമല്ല, നിന്റെ ആവശ്യം ഫുള്ള് കഴിഞ്ഞിട്ട് വേണ്ട മതി എന്ന് തോന്നുമ്പോ എടാ ഒരു ഗ്ലാസ് മദ്യം, എറിയാൻ തുടങ്ങുന്ന ഒരു സിഗരറ്റ് കുറ്റി, അത് നമ്മുടെ സുഹൃത്തിന് കൊടുക്കത്തില്ലേ? അത്രേ ചോദിച്ചുള്ളൂ. നിവരുന്നല്ലടാ നീ മ്യൂസിക് ഡയറക്ടറും പുല്ലും ഒന്നും ആവാത്ത. എടാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ചീർച്ചൂട്ടിയോടെ ഉപയോഗിക്കുന്നതാ തെണ്ടി റാസ്കൽ. അപ്പൊ നീ സീരിയസ് പ്രേമത്തിലാണോ? എന്താടാ ഞാൻ സീരിയസ് ആയ? അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത തെണ്ടി. നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടടാ. നീ ഗുണം പിടിക്കാതെ പോവല്ലടാ പട്ടി. എടാ ഒരു ഡ്രമ്മറിന് മെലഡി വഴങ്ങില്ലെന്ന് നീ വിചാരിക്കരുത്. മേളകർത്ത രാഗങ്ങൾ 72 പഠിച്ചിട്ടുള്ളവരാണ് ഈ മൗലി. എന്റെ സംഗീതം ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിന്നെ കേൾപ്പിക്കടാ പട്ടി. ഛേ, എനിക്ക് സ്വയം പുച്ഛം തോന്നടാ. എടാ ഗുണ, എന്നെ ഇപ്പൊ കുറെ തെറിയും വിളിച്ചിറങ്ങിപ്പോയി. ഞാൻ ചുമ്മാ പ്രവോക്ക് ചെയ്യാൻ അത് തന്നെ പറഞ്ഞു. കാര്യം കഴിഞ്ഞ കൊച്ചിനെ വിട്ടു തരുമെന്ന്. ഇല്ലടാ മച്ചമ്പി,